ഹായ് സുഹൃത്തുക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുന്നു? എല്ലാവർക്കും എൻ്റെ സുഖാന്വേഷണം. അങ്ങനെ കൂട്ടുകാരെ, ഇന്നലെ ഞങ്ങളുടെ മീനഭരണി മഹോത്സവം എല്ലാം കഴിഞ്ഞു. എല്ലാ കൂട്ടുകാർക്കും ഞാൻ എൻ്റെ കുക്കിംഗ് വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ തട്ടിക്കൂട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി ഇന്നലെ ഞാൻ മീനഭരണി നല്ല ഗംഭീരമായിട്ട് ആഘോഷിച്ചു. അതുപോലെ ഉത്സവവും എല്ലാം കണ്ട് നല്ല സന്തോഷകരമായ ഒരു ഉത്സവം കൂടി കാണാനുള്ള ഒരു ഭാഗ്യം ഞാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഒരു സന്തോഷം, ഇതെല്ലാം ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘട്ടമാണ്. നമുക്കിതൊക്കെ കാണാൻ പറ്റുന്നത് ഭയങ്കര ഭാഗ്യമാണ്. അങ്ങനെ ഞാൻ ഉത്സവം എല്ലാം കണ്ട്. എന്നാൽ എല്ലാവരും ചോദിക്കും, ഉത്സവത്തിൻ്റെ കാര്യം പറയാതിരിക്കുന്നു, എല്ലായിടത്തും ഉത്സവമല്ലേന്ന്. പക്ഷേ അങ്ങനെയൊന്നും അല്ല. നമ്മുടെ ഉത്സവം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ എല്ലാ ചങ്കുകൾക്കും ഞാൻ ഞങ്ങളുടെ അമ്പലത്തിലെ കുതിരയുടെയൊക്കെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ എൻ്റെ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളാരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊന്നും വരാത്തത്. ഇപ്പോൾ എന്നാലും ഞാൻ വീണ്ടും വരാമെന്ന് വിചാരിച്ചതാ വരികയാണ്. വീണ്ടും പുതിയ പ്രതീക്ഷകളും പുതിയ സന്തോഷങ്ങളും എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തി. അപ്പോൾ ഇന്നലെ എല്ലാവരും കണ്ടല്ല വീഡിയോസൊക്കെ. ഇന്ന് ഉത്സവത്തിൻ്റെ കെട്ടെല്ലാം അടങ്ങി വളരെ ഇന്നലത്തെ ക്ഷീണം എല്ലാം കാണും. ഒരുപാട് സമയം അമ്പലത്തിൽ സ്പെൻഡ് ചെയ്ത്. ശിങ്കാരി മേളം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, കിടിലമായിരുന്നു. ചെണ്ടമേളം കിടിലമായിരുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ട് അമ്പലത്തിലെല്ലാം കറങ്ങി നടന്ന് കുതിരയെല്ലാം കണ്ട് എത്ര കണ്ടാലും മതി വരത്തില്ല. ഇങ്ങനെ കറങ്ങി കുതിരയുടെ അടുത്തുമെല്ലാം പോയി കറങ്ങി അടിച്ച് ഐസ്ക്രീമും കഴിച്ച് കപ്പലണ്ടിയും കഴിച്ച് ഇതൊന്നും കഴിച്ചുകൂടെ, എന്നാലും ഇതെല്ലാം കഴിച്ച് കറങ്ങി അടിച്ച് ഇന്നലെ ഗംഭീരമായിട്ട് ആഘോഷിച്ച്. ഇതൊക്കെയാണ് എൻ്റെ മീനഭരണി വിശേഷങ്ങൾ. എൻ്റെ എല്ലാ ചങ്കുകൾക്കും ഞാൻ വീഡിയോ പകർത്തിയിട്ടുണ്ട്. എല്ലാവരും എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഇതൊക്കെയാണ് എനിക്കുള്ള സന്തോഷം. നിങ്ങളെല്ലാവരും ഇത്രയും നാൾ കൊണ്ടുവന്ന് എന്നെ എത്തിച്ചു. ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാ ചങ്കുകളും. ചിലപ്പം പലതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, എങ്കിലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ക്ഷീണമാണ്. ഇന്നലെ കുറേ പണികളും പിന്നെ ഒരുപാട് മണിക്കൂർ അമ്പലത്തിലൊക്കെ നിൽക്കുകയൊക്കെ ചെയ്ത് നമ്മളങ്ങ് ടയേർഡായി. അതിൻ്റെ ഉത്സവ ക്ഷീണമാണ് ഇന്നൊന്നുമില്ല. എല്ലാം പഴയതുപോലെ എല്ലാം കെട്ടടങ്ങി. ഇനി അടുത്തതുണ്ട് കൊല്ലം പൂരം. അതും ഇതുപോലെ ഗംഭീരമായിരിക്കും. അത് നമ്മൾ കാണുകയും എല്ലാം ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ നാട്ടിലെ ഉത്സവം വരുന്നുണ്ട്. വ്യാഴത്തിൻ്റെ അന്ന് കിടിലം കുതിരയെടുപ്പൊക്കെ ഉണ്ട്. പോകണോ വേണ്ടയോ എന്നൊക്കെ ആലോചനയിലാണ്. പോകാനും സാധ്യതയുണ്ട്, പോകാതിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഇന്നലെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ മീനഭരണിക്ക് കുതിരയെടുത്തെല്ലാം കഴിയുമ്പോൾ ഭയങ്കര മഴ പെയ്യുന്നതാണ്. പക്ഷേ ഇന്നലെ മഴ പെയ്തില്ല. അത് ഒരു വിഷയമായിരുന്നു. സാധാരണ എന്ന് ആയാലും മീനഭരണിയുടെ അന്ന് മഴ പെയ്യും. പക്ഷേ ഇപ്രാവശ്യം മഴ പെയ്തില്ല. ഇനി ഞങ്ങളുടെ പൂവത്തനടയിലെ ഉത്സവത്തിൻ്റെ അന്ന് മഴ പെയ്യുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അവിടെ ഒരു കുതിരയേ ഉള്ളൂ. അവിടെ കുതിര എടുക്കാനും ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഓരോ ക്ലബ്ബുകാരും എല്ലാ നാട്ടിലുള്ള ജനങ്ങൾ എല്ലാവരും 4 ചട്ടം പിടിക്കാനും ഇഷ്ടം പോലെ ആളുകളുണ്ട്. അവർ നിമിഷ നേരം കൊണ്ട് കുതിര എടുത്തിട്ട് അമ്മാനമാടും. കിടിലമാണ്. മുമ്പ് ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഇതിൻ്റെ അനൗൺസ്മെൻറ്റ്. ആ അനൗൺസ്മെൻറ്റ് അത്ര കിടിലമായിരുന്നു. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. കുതിരയുടെ ഓരോ മൂവ്മെൻറ്റും ഓരോ ആളുകൾ എവിടെല്ലാം നിൽക്കുന്നു എന്തൊക്കെയാണ് ഇതെല്ലാം അങ്ങ് വിശദമായിട്ട് വിളിച്ചങ്ങ് കൂവി പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളങ്ങ് ത്രില്ലടിച്ച് പോവും. അത്രയ്ക്കാണ് ത്രില്ലിങ്ങാണ് ആ ഞങ്ങളുടെ പൂതത്തനടയിലെ കുതിരയെടുപ്പ്. എൻ്റെ കുറേ സുഹൃത്തുക്കളെയും, കാരണം വർഷങ്ങൾ കുറേ കഴിഞ്ഞ് ഈ നാട്ടിൽ വന്ന് താമസമായിട്ട്, അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരും അവരെ മക്കളും ഇതൊന്നും നമുക്ക് ഈ തലമുറയായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മളിവരെ ആരും കണ്ടിട്ടില്ല. എൻ്റെ നാട്ടിൽ ചെന്നാലും പുതിയ ന്യൂ ജനറേഷൻ കുഞ്ഞുങ്ങളെ ഒന്നും കണ്ടിട്ടില്ല. അവരെ മക്കളെ കണ്ടിട്ടില്ല. ഇത് കാരണം എനിക്ക് ശരിക്കും ഒരു അപരിചിതത്വമാണ് എൻ്റെ നാട്ടിൽ ചെല്ലുമ്പം തോന്നുന്നത്. എനിക്ക് പഴയ കാല സംഭവങ്ങളും പഴയ ചിന്തകളും എല്ലാം വല്ലാതെ എന്നെ വേദനിപ്പിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ചെല്ലുമ്പം അവിടെ ഇപ്പോൾ ആരുമില്ല. എല്ലാം ഷെയറൊക്കെ ചെയ്ത് എല്ലാവരും ഓരോ സ്ഥലത്തോട്ടൊക്കെ താമസമായി. എന്നിരുന്നാലും അവിടെ ചെല്ലുമ്പോൾ എൻ്റെ പഴയ കൂട്ടുകാരികളെല്ലാം കാണും. എല്ലാവരെയും കാണും. അതൊരു ഓർമ്മയാണ്. ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ എല്ലാവരെയും ഒന്ന് കാണുക എന്നുള്ളത് വർഷത്തിലൊരിക്കൽ എൻ്റെ ഒരു സന്തോഷമാണ്. അങ്ങനെ എനിക്ക് ഇപ്പോൾ ഈ വർഷത്തെ ചെറുപ്പം കാണാൻ പോയി.
എല്ലാ കൂട്ടുകാരും വിചാരിക്കും എനിക്കെന്തോ ഈ ഉത്സവ കഥ മാത്രമേ ഉള്ളൂ എന്ന്. ഉത്സവ സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ അത് നിലവിൽ അതാണ് പറയാനുള്ളത്. കണ്ടംപററി കാര്യങ്ങൾ പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ നാട്ടുകാരെ എല്ലാം പലരെയും കണ്ട് ഇവരെയൊക്കെ കൊച്ചുമങ്ങളെയൊക്കെ എടുത്ത് അവരുടെ മക്കളുമൊക്കെ ആയിട്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. നമ്മളെ അപരിചിതരായിട്ടായിരിക്കും ഇപ്പോൾ കാണുന്നത്. കാരണം എല്ലാവരും ചിരിക്കും, സന്തോഷമാണ് നമ്മളെ കാണുന്നത്. കാരണം വർഷങ്ങൾക്ക് ശേഷം കാണുന്നത്, എത്രയെങ്കിലും കൊല്ലമായി. എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്, ഞാൻ കുറേ കുട്ടികളെയൊക്കെ അവിടെ പഠിപ്പിക്കുമായിരുന്നു. അവരെല്ലാം വളർന്ന് അവരുടെ മക്കളും ഇവരെല്ലാം കാണുമ്പോൾ എനിക്ക് സന്തോഷം. ഇതിനകത്ത് തന്നെ ഉണ്ട്, ഈ ഫേസ്ബുക്കിൽ തന്നെ ഒരുപാട് കൂട്ടുകാരുണ്ട്. ഇവരൊക്കെ പല രാജ്യങ്ങളിൽ ഇരുന്നും എൻ്റെ വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പൊന്നു കൂട്ടുകാരെ, എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷം. പിന്നെ എൻ്റെ പല ചങ്ങാതിമാരുടെയും ചാനലുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. എല്ലാവരും നല്ല കയറി പോകട്ടെ. ഞാൻ ഏതെങ്കിലും ഒരു കാലത്ത് കയറി പോകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിച്ചും കൊണ്ട് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. ഞാൻ ഇടയ്ക്ക് വെച്ച് ഇപ്പോൾ നിർത്തി വെച്ചിരുന്നതാണ്. എന്നാലും എനിക്ക് സ്വയം മോട്ടിവേറ്റഡായി. നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മളങ്ങ് ഡൗൺ ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത്. ഞാൻ വിചാരിച്ച് ഇന്ന് ഞാൻ ഒരു ഷോർട്ട് ഇടും, ഒരു വീഡിയോ ഇടും. പക്ഷേ ഞാൻ മുമ്പ് ഇവരെയൊക്കെ ഇടുന്ന അതെല്ലാം കേൾക്കുകയെല്ലാം ചെയ്യുമായിരുന്നു. എന്തൊക്കെയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടുന്നത്, ഏത് രീതിയിൽ വീഡിയോസ് ഇട്ടാലാണ് നമ്മൾ ഗ്രോ ആവുന്നതെന്നൊക്കെ. പക്ഷേ ഇപ്പോൾ അതൊന്നും കാണാറില്ല. കാര്യം എന്തെന്നറിയാമോ, ഫേസ്ബുക്കിൽ തന്നെ ഫുൾ ടൈം. ഫേസ്ബുക്കിനകത്ത് പോയാൽ പിന്നെ എപ്പോഴും നമ്മൾ അതിനകത്ത് ആക്റ്റീവായിട്ട് നിലനിന്നില്ലെങ്കിൽ പിന്നെ പണിയാണ്. നമ്മളെ അങ്ങ് താഴേക്കാക്കും. അത് കാരണം അത് ഒരു ദിവസം നമ്മൾ അതിനകത്തുനിന്ന് അങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കാതിരുന്ന അങ്ങനെയൊക്കെ ഉണ്ട് വിഷയങ്ങൾ. അത് കാരണം എപ്പോഴും അതിനകത്തുള്ള കൂട്ടുകാർക്കൊക്കെ കമൻറ്റും എല്ലാം ഇട്ട് അവരെ അതുമായിട്ട് ഞാൻ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഇതൊക്കെയാണ് കൂട്ടുകാരെ വിശേഷം. ഇനി എന്തെങ്കിലും ഫുഡ് കഴിക്കണം. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത പരിപാടി ഫേസ്ബുക്കിലേക്കാണ്. അപ്പോൾ എൻ്റെ എല്ലാ ചങ്കുകൾക്കും നല്ലൊരു ദിവസം നാളെയാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വയ്ക്കുന്നു. ബാക്കി വിശേഷം പിന്നെ നാളെ പറയാം കേട്ടോ. എല്ലാവർക്കും എൻ്റെ ഉത്സവം കഴിഞ്ഞ് എൻ്റെ സങ്കടമൊന്നുമില്ല. ഇനി അടുത്ത വർഷവും ഞാൻ ഉത്സവം കാണും. ഞാൻ ജീവിച്ചിരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു കേട്ടോ. എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.